അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് മാമി കോടികളുടെ ബിസിനസ് ചെയ്തിരുന്ന വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ബന്ധുക്കൾ, 4 വിവാഹമുണ്ട്. ആ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ബന്ധുക്കൾ, പിന്നീട് ഈ ഇദ്ദേഹത്തെ കാണാതായ അന്വേഷണവുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ തമ്മിൽ തന്നെ തർക്കവും പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും പറഞ്ഞ അനുസരിച്ചാണോ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്? അതേക്കുറിച്ച് താങ്കൾക്ക് എത്രത്തോളം വ്യക്തതയുണ്ട്? ഒരിക്കലുമല്ല. നമ്മളൊക്കെ തുടക്കത്തിൽ എല്ലാവരും ഒരേ ദിശയിൽ തന്നെയാണ് പോയിരുന്നത്. അന്വേഷണ സംഘത്തും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസിൻ്റെ അപ്ഡേറ്റ്സിനായി ഞങ്ങൾ കുടുംബം ഒരുമിച്ചാണ് പോയിരുന്നത്. ഇപ്പം ഈ സ്പെഷ്യൽ അന്വേഷണ ടീമുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും തുടക്കത്തിലെ തന്നെ ഈ നടക്കാവ് CI ജിജി സാറ് വേണ്ട എന്നൊരു അഭിപ്രായത്തിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പിന്നെ ആരോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് കേസിൻ്റെ അന്വേഷണം ഈ ജിജി സാർ വന്നാലാണ് വ്യക്തമായിട്ട് കേസിൻ്റെ അന്വേഷണ പുരോഗതി ഉണ്ടാവുക എന്നുള്ളത് ടീച്ചറെ അതിന് മാമിയുടെ വൈഫിനെ പരാതി കൊടുത്ത ടീച്ചറെ ആരോ പറഞ്ഞ് ധരിപ്പിക്കുകയും ടീച്ചർ ഏതായാലും വ്യക്തമായ അന്വേഷണം ജിജി സാർ വന്നാൽ നടക്കും എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ട് അതിൽ ഈ പോലീസ് SITയിൽ ഈ പ്രസൻറ്റ് SITയിൽ ടീച്ചർക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ടീച്ചറുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുകയാണ്. അത് അല്ലാതെ ആ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമുണ്ട്. അതല്ലാതെ ബാക്കി ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും അവിടെ ഫാമിലി മൊത്തം ബാക്കി എല്ലാ ഭാര്യമാരും ഈ SITയിൽ സംതൃപ്തരല്ല. ആ ടീച്ചർ ആ നിലപാടെടുക്കാൻ കാരണം ടീച്ചർ സ്വന്തമായ നിലപാടല്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. അത് ടീച്ചറെ ആരോ സ്വാധീനിച്ചല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ പിന്നെ ഈ ടീം ഈ സ്പെഷ്യൽ അന്വേഷണ ടീമിൽ നിലവിൽ വന്നാൽ നേരത്തെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അയാൾക്ക് വ്യക്തമായിട്ട് എല്ലാം അറിയാം. അയാൾക്കെല്ലാം കേസിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അയാൾ ഇനി പുതുതായിട്ട് പഠിക്കേണ്ടതില്ല. നേരത്തെ ടീമായാൽ വേഗം നമുക്കൊരു റിസൾട്ട് കിട്ടും എന്നുള്ള ധാരണയിലാണ് എന്ത് ചെയ്യുന്നത് ടീച്ചർ അന്വേഷണ സപ്പോർട്ടോട് കൂടിയിട്ട് നിൽക്കുന്നത്. ഈ ADGP MR അജിത് കുമാറിനും മാമിക്കും തമ്മിൽ എന്തെങ്കിലും കണക്ഷനുണ്ട്, ബന്ധമുള്ളതായി നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഈ കേസിൽ ഈ മാമി കേസ് അന്വേഷിക്കാൻ വേണ്ടിക്കൊണ്ട് ADGP സാറ് നല്ല അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഈ കേസ് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് സാറിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ പുതിയ SIT ഇപ്പോൾ നിലവിൽ വന്നത്. സാറാണ് ഈ SITയെ നിയോഗിച്ചത്, അജിത് കുമാർ സാറ്. അല്ലാതെ മാമിയും അജിത് കുമാർ സാറുമായിട്ട് പേഴ്സണലി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഈ ടീം പ്രൊമോട്ട് ചെയ്തത് ഈ പ്രസൻറ്റ് അന്വേഷണ ടീം നിയോഗിച്ചത് ADGP അജിത് കുമാർ സാറാണ്. അതും കുടുംബത്തിൻ്റെ വ്യക്തമായിട്ടുള്ള എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പുതിയ അന്വേഷണ ടീമിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ADGPയുമായി ബന്ധപ്പെട്ടിരുന്നോ? ഞങ്ങൾക്ക് ഈ ടീം വേണ്ട എന്ന് പറഞ്ഞത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തീർച്ചയായിട്ടും ADGP, DGP, മുഖ്യമന്ത്രി എന്നിവർക്കൊക്കെ ഞങ്ങൾ പേഴ്സണലി പോയി പരാതികൾ കൊടുത്തതാണ്, മെയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പുതിയ അന്വേഷണ ഈ SITയിൽ അല്ലെങ്കിൽ ജിജി സാറും ടീമും വരുന്ന ഈ അന്വേഷണ സംഘത്തിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. ഞങ്ങൾക്ക് കേസ് ഹയർ ലെവലിൽ CBIക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ADGP, DGP, കമ്മീഷണർ എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ടീം വരുന്നതിൻ്റെ മുമ്പേ തന്നെ പരാതി കൊടുത്തു. കാരണം നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു ഇങ്ങനെയൊരു ടീം വരുന്നുണ്ട് എന്നുള്ളത്. അതെങ്ങനെയാണ് ലീക്കായെന്ന് നമുക്കറിയില്ല. ഈ ടീം വരുന്നതിൻ്റെയും ഒരു 2-3 മാസം മുമ്പേ ഒരു വ്യക്തി പത്രസമ്മേളനത്തിൽ പറയാണ് ഇങ്ങനൊരു സ്പെഷ്യൽ അന്വേഷണ ടീം വരുന്നുണ്ടെന്നുള്ളത്. ഞങ്ങൾ ആ അന്വേഷണ ടീമിനോട് ബന്ധുക്കൾ തന്നെയാണോ? നിങ്ങളുടെ ബന്ധു തന്നെയാണോ? ബന്ധുവല്ല. നമ്മൾ കോഴിക്കോട്ടുള്ള MDFൻ്റെ ഒരു പ്രവർത്തകനാണ് ആ പേര് പറഞ്ഞത്. ഇങ്ങനെയൊരു ഞങ്ങൾ ആ പ്രസ് മീറ്റിൽ ഞങ്ങളെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഈ പേര് പറയാന്ന് മലപ്പുറം SP-യുടെ കീഴിലുള്ള ഒരു അന്വേഷണ ടീം വരുന്നുണ്ട്. അതിൽ ജിജി സാറായിരിക്കും കാര്യമായിട്ട് നടക്കാവ് സ്റ്റേഷൻ്റെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവുക എന്നുള്ള ഒരു സംഭവം ഈ ടീം വരുന്നതിൻ്റെ 2-3 മാസം മുമ്പേ ഒരു വ്യക്തി പറയാമെന്ന്. അതെങ്ങനെ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയെന്നുള്ളത് നമ്മളറിയില്ല. നമ്മൾ ഫാമിലി നിരന്തരമായിട്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഫാമിലി നമ്മൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ടീം വരുന്നുണ്ട് എന്നുള്ളത്.